മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റവും വലിയ ബന്ധമുള്ളവർ മുത്തഖീങ്ങളാണ്. അല്ലാഹു തആല കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അല്ലാഹു വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്യുന്നവരാണ്. യമനിലേക്ക് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ യാത്രയേക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നാടും വീടും വിട്ടും ഏറ്റവും പ്രിയം വെക്കുന്ന നേതാവിനെയും വിട്ടു അന്യനാട്ടിൽ അനുകൂലികളില്ലാത്ത പ്രദേശത്ത് ദീനീ പ്രചരണത്തിന് വേണ്ടി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഓഫറാണല്ലോ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. എല്ലാറ്റിനേക്കാളും ഖൈർ ഒരാളെങ്കിലും നീ മുഖേന നന്നാകലാണ്, ഒരാളെങ്കിലും ഹിദായത്താകലാണ്. ആ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ യാത്രയേക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ എന്നിലോളം പോയി. യാത്ര പറയുന്ന സമയത്ത് ഓ മുആദേ, നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, നീ വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാകണം എന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പുറമെ നീ എന്റെ പള്ളിയും എന്റെ ഖബറും സിയാറത്ത് ചെയ്യുന്നവരായിരിക്കും എന്ന് പറഞ്ഞപ്പോ കാലേ കൂട്ടി പിന്നീട് വരുന്ന കാര്യങ്ങൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കാറുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം ഒരിക്കലും പിഴക്കുകയില്ലെന്ന് ഉറപ്പുള്ള മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ മറഞ്ഞ കാര്യങ്ങൾ പിന്നീട് വരുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളിൽ ഒരാളായ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓ മുആദേ, നീ വരുമ്പോൾ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, നീ എന്റെ ഖബറിന്റെ സമീപത്തും എന്റെ പള്ളിയിലും വരും എന്ന് പറയുമ്പോൾ പൊട്ടി കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് കാണാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ഞാൻ പോകുന്ന വഴിക്ക് യാത്ര മടങ്ങാൻ നിവൃത്തിയില്ല. കാരണം അവിടുന്ന് കഠിനാധ്വാനം ചെയ്തു പറ്റിയ ദീൻ മറ്റുള്ള സ്ഥലത്ത് കൂടി പ്രചരിപ്പിക്കാനാണ് എന്നെ പറഞ്ഞേക്കുന്നത്. അതിന് തന്നിട്ടുള്ള ഓഫർ ദുനിയാവിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈർ എന്നാണ്. അങ്ങനെ ഈ ഓഫറും കൊണ്ട് ഞാൻ ദീനീ പ്രചരണത്തിന് വേണ്ടി പോകുമ്പോ കിട്ടുന്ന വാർത്ത തിരിച്ചു വരുമ്പോൾ ഈ മുഖം കാണാൻ ഇവിടെ ഉണ്ടാവുകയില്ലെന്നാണ്. അങ്ങേയറ്റത്തെ വേദന കൊണ്ട് പ്രയാസം കൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു വിങ്ങി പൊട്ടി കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ. ഓ മുആദേ, ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആള് അൽ മുത്തഖൂൻ, തഖ്വയുള്ളവരാണ്. തഖ്വ എന്ന് പറയുന്നതിന്റെ അടിത്തറ മനുഷ്യന്റെ മനസ്സാണ്. തഖ്വ ഇവിടെയാണെന്ന് ഹൃദയത്തിലേക്ക് ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ഹൃദയം ശുദ്ധിയാകണം. ഒരിക്കലും തന്നെ അസൂയ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും അഹങ്കാരമുണ്ടാകാൻ പാടില്ല, അഹംഭാവം ഉണ്ടാകാൻ പാടില്ല. ചെയ്യുന്ന ഒരു പ്രവർത്തനവും ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനം ലഭിക്കാനാണെന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയാകാൻ പാടില്ല. മറിച്ച് എല്ലാം വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, പൂർണ്ണമായി അല്ലാഹുവിന് സമർപ്പിക്കുന്നതായിരിക്കണം ഏത് വാക്കുകളും പ്രവർത്തനങ്ങളും ചലനങ്ങളും അടക്കങ്ങളും. അതേ, നമ്മുടെ സമ്മേളനങ്ങളും ഒരുമിച്ച് കൂടലും പ്രസംഗങ്ങളും പ്രസംഗം കേൾക്കലും സംഭാവനകളും നമ്മുടെ എല്ലാ വിഷയങ്ങളും അല്ലാഹുവിന് സമർപ്പിക്കുന്നതായിരിക്കണം. കാരണം അവന് വേണ്ടി ചെയ്യുന്ന ഒരു വിഷയത്തിൽ മറ്റാരെങ്കിലും പങ്കു ചേർത്താൽ അതവൻ ഒരു നിലക്കും സ്വീകരിക്കുകയില്ല. എനിക്ക് മാത്രമായി ചെയ്യുന്നതേ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ചെയ്യേണ്ടതുള്ളൂ, പഠിച്ചവൻ ഒന്നിലേക്കും ആവശ്യമില്ല
നിനക്ക് ചെയ്യൽ ആവശ്യമുള്ളത് നിന്റെ ആവശ്യത്തിനാണ്, നിന്റെ കർമ്മം എന്റെ ആവശ്യത്തിനല്ല. അങ്ങനെ നീ ചെയ്യുന്ന കർമ്മം അത് പൂർണ്ണമായും എനിക്ക് സമർപ്പിക്കുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. നേരെ മറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനോ, മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാനം കിട്ടാനോ, മറ്റുള്ളവർ പുകഴ്ത്തി പറയാനോ, മറ്റുള്ളവരുടെ അടുക്കൽ നീ വലിയവനാണെന്ന് തോന്നാനോ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്റെ കൂടെ നീ മറ്റൊരാളെ പങ്കുചേർത്ത പ്രവർത്തനമാണ്, അതെനിക്കാവശ്യമില്ല, അഥവാ ഞാൻ സ്വീകരിക്കുകയില്ല. ഇതാണല്ലോ പടച്ചറബിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരല്പവും ലോകമാന്യം ചിന്തിക്കാതെ, ലോകത്ത് ഞാൻ ഇത് മുഖേന ഒരു മാന്യനാകണം എന്നാലോചിക്കാതെ, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമയാണ് ഞാൻ, എന്റെ രഹസ്യം അവനറിയാം, എന്റെ പരസ്യം അവനറിയാം, എന്റെ നാവ് കൊണ്ട് സംസാരിക്കുന്നത് അവനറിയാം, എന്റെ മനസ്സിലുള്ള വിചാര വികാരങ്ങൾ അവനറിയാം. അവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാകണം എന്റെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും എന്ന നിലക്ക് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ് തഖ്വയുള്ള പ്രവർത്തനമാകുന്നത്. ഞാനൊരു വലിയവനാണെന്ന ചിന്തയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും റബ്ബ് വല്ല അനുഗ്രഹങ്ങളും കൊടുക്കുമ്പോ ആ അനുഗ്രഹത്തിൽ നിന്റെയോ എന്റെയോ മനസ്സിൽ അല്ലാഹ് കൊടുക്കുന്നതിൽ ഒരു വല്ലായ്മയോ, അതിന്റെ പേരല്ലേ അസൂയ. അല്ലാഹു തആല ഒരാൾക്ക് കൊടുക്കുന്നതിൽ നമ്മുടെ മനസ്സിന് വിഷമം, അതിന്റെ പേരല്ലേ അസൂയ. ഈ അസൂയയോ, ഞാനൊരു വലിയവനാണെന്ന ചിന്തയോ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് പകരം അതാ മറ്റുള്ളവരുടെ മുന്നിൽ ആളാകണം എന്ന ചിന്തയോ, ഇതുപോലുള്ള ഏത് മോശമായ ചിന്തകളുണ്ടോ ആ ചിന്തയുള്ള ഖൽബ് തഖ്വയുള്ള ഖൽബല്ല. അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. മനസ്സിലേക്ക് ചൂണ്ടി, ഹൃദയത്തിലേക്ക് ചൂണ്ടിയാണ് പറഞ്ഞത്. തലപ്പാവിലല്ല തഖ്വ, താടിയിലല്ല തഖ്വ, വെള്ളക്കുപ്പായത്തിലല്ല തഖ്വ. തഖ്വ മനസ്സിന്റെ അടിത്തട്ടിലാണ്. ആ തഖ്വയുള്ള മനുഷ്യൻ, അവൻ തലപ്പാവ് ധരിച്ചാൽ പുണ്യകർമ്മമാണ്, തൊപ്പി ധരിച്ചാൽ പുണ്യകർമ്മമാണ്, താടി വെച്ചാൽ പുണ്യകർമ്മമാണ്, വെള്ള വസ്ത്രം ധരിച്ചാൽ പുണ്യകർമ്മമാണ്. അവൻ തഖ്വയോടുകൂടെയാണ് ഇത് ധരിക്കുന്നത്. ഞാനൊരു വലിയവനാകണം എന്ന ചിന്തയിലോ, എന്റെ കൈപിടിച്ച് ജനങ്ങൾ ചുംബിക്കണമെന്ന ആശയിലോ, ഞാൻ വരുമ്പോൾ ജനങ്ങൾ എഴുന്നേറ്റ് തക്ബീർ ചൊല്ലണം എന്ന ചിന്തയിലോ, എനിക്ക് ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനം ലഭിക്കണമെന്ന ചിന്തയിലോ അല്ല, മറിച്ച് ഞാനൊരു പാവപ്പെട്ട അടിമയാണ്. എന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവിന്റെ മുമ്പിൽ ഞാനൊരു സൽക്കർമ്മിയായേ പറ്റൂ, അവൻ എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്തയിൽ അല്ലാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തനം നടത്തുന്ന മുത്തഖിയായ മനുഷ്യൻ, അതോടുകൂടെ തന്നെ അവനതാ ഒരു നേരത്തെ നിസ്കാരം ഖളാക്കുന്നില്ല, നോമ്പോ സകാത്തോ ഹജ്ജോ കൈയൊഴിക്കുന്നില്ല. കഴിവുണ്ടെങ്കിൽ അതെല്ലാം അവൻ നിർവഹിക്കുന്നുണ്ട്. അവൻ കുടുംബ ബന്ധം മുറിക്കുന്നില്ല, അയൽവാസികൾക്ക് ഗുണമല്ലാതെ ശല്യം ചെയ്യുന്നില്ല, അവനൊരു ആലിമിനെയും ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്നില്ല, ഒരു സയ്യിദിനെയും പാർട്ടി നോക്കി നിന്ദിക്കുന്നില്ല, അവനേത് ആലിമിനെയും ആദരിക്കുകയാണ്, സയ്യിദന്മാരെ ബഹുമാനിക്കുകയാണ്, പ്രായമുള്ളവരെ ആദരിക്കുകയാണ്, കുട്ടികളോട് കാരുണ്യം കാണിക്കുകയാണ്, സ്വന്തം ഭാര്യയെ ചതിക്കുന്നില്ല, സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കുന്നില്ല, സ്വന്തം ഭാര്യയെ ചീത്ത പറയുന്നില്ല, സ്വന്തം ഭാര്യയെ അവമതിക്കുന്നില്ല.
ഭാര്യയോടുള്ള കടപ്പാട് അവന് ഓർമ്മയുണ്ട്. ഭാര്യയെ സംബന്ധിച്ച് റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യുമെന്ന ബോധമുണ്ട്. അതോടുകൂടെ തന്നെ ഭാര്യക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പടച്ചവൻ കൽപ്പിച്ചതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ അതാ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കുന്നത് പോലെ അവന്റെ സ്വന്തം ഭാര്യയും നരകത്തിൽ കടക്കരുതെന്ന നിർബന്ധം അവനുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യ നിർബന്ധിച്ച് പറഞ്ഞാലും അവളുടെ തലമറക്കാതെ ഇറങ്ങിപ്പോകാൻ അവൻ അനുവദിക്കൂല, മാറുമറക്കാതെ ഇറങ്ങിപ്പോകാൻ അനുവദിക്കൂല, അവളുടെ ഭംഗി മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കാൻ സമ്മതിക്കൂല. എന്റെ ഭാര്യയും ഞാനും ഒന്നിച്ച് സ്വർഗത്തിലെത്തണമെന്ന ചിന്തയുണ്ട്. സ്വന്തം മക്കളോട് വലിയ സ്നേഹമാണ്. പക്ഷേ സ്നേഹം അതിര് കവിഞ്ഞിട്ട് മക്കള് പറയും പോലെ നിന്നുകൊടുത്ത് മക്കൾക്ക് സിനിമ കാണാനും കള്ളു കുടിക്കാനും അതേ അനാവശ്യം ചെയ്യാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ബാപ്പയല്ല, മറിച്ച് എന്റെ കൂടെ എന്റെ മക്കളും സ്വർഗത്തിലെത്തണം. അതുകൊണ്ട് എന്റെ മക്കളെ എങ്ങനെയെങ്കിലും കയറൂരി വിട്ടുകൂടാ. കുട്ടിക്കാലത്ത് തന്നെ പണ്ഡിതന്മാരുമായും ദീനുമായും ബന്ധപ്പെടാൻ SBS-ന്റെ പ്രവർത്തന രംഗത്തിന്റെ മക്കളുണ്ടാകണം. ശേഷം SSF-ന്റെ പ്രവർത്തന രംഗത്തുണ്ടാകണം. പിന്നെ SYS-ന്റെ പ്രവർത്തന രംഗത്തുണ്ടാകണം. അങ്ങനെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനായി മരിക്കണം. അവിടെ എല്ലാം ഒരാലിമിനെയും നിന്ദിക്കാതെ, ഒരു സയ്യിദിനെയും നിസ്സാരപ്പെടുത്താതെ, ആരെയും ചീത്ത പറയാതെ, ആരെയും ഗീബത്ത് പറയാതെ, ആരെയും നമീമത്ത് പറയാതെ, അനാവശ്യ സംസാരങ്ങളില്ലാതെ, കള്ളം പറയാതെ, വാക്ക് ലംഘിക്കാതെ, അതേ ഒരന്യപെണ്ണിന്റെ ചിത്രം പിടിച്ചെടുത്തത് നോക്കാതെ, ഒരന്യപെണ്ണിനെ വിളിച്ച് ശല്യം ചെയ്യാതെ, ഇനി വേണ്ട പെണ്ണിങ്ങോട്ട് വിളിച്ചാൽ തന്നെ ഓ പെണ്ണേ നിനക്ക് മരണമുണ്ട്, എനിക്കും മരണമുണ്ട്, ഇനി മേലിൽ ഒരു വ്യക്തിയെയും നീ വിളിക്കരുതേ എന്ന് ഉപദേശം നൽകുന്ന എന്റെ രഹസ്യവും പരസ്യവുമെല്ലാം കാണുന്ന രാജാവുണ്ടെന്ന ബോധത്തോടെ സുഹൃത്തുക്കളെ, അംയഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ. അന്ത്യനാളിൽ ജീവിക്കുന്ന നമ്മളോട് തന്നെയല്ലേ, നമ്മൾ ചിന്തിക്കാൻ തന്നെയല്ലേ, ചെമ്മാടിത്തങ്ങളിലേക്ക് പോകുന്നവരാലോചിക്കാനല്ലേ? പടച്ചറബിന്റെ ചോദ്യം അംയഹ്സബൂന, അവര് വിചാരിക്കുന്നുണ്ടോ അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവരെ രഹസ്യം പറച്ചിലും അവരെ സ്വകാര്യ സംഭാഷണവും അവരെ സ്വകാര്യ പ്രവർത്തനവും നമ്മൾ കേൾക്കുന്നില്ലെന്ന് അവര് വിചാരിക്കുന്നുണ്ടോ? ബാപ്പ അറിയാതെ, ഉമ്മ അറിയാതെ ടെലിഫോൺ എടുത്ത് മറ്റ് യുവാക്കളെ വിളിക്കുന്ന പെൺകുട്ടികളില്ലേ? നേതാക്കൾ അറിയാതെ പ്രവർത്തന രംഗത്ത് സജീവമായി ഉള്ളപ്പോൾ തന്നെ വേറെ പെൺകുട്ടികളെ ടെലിഫോണിൽ വിളിക്കുന്ന ആൺകുട്ടികളില്ലേ? അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യം അംയഹ്സബൂന, അവര് വിചാരിക്കുന്നുണ്ടോ അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവരെ രഹസ്യവും അവരെ പരസ്യവും അവരുടെ സ്വകാര്യം പറച്ചലും നമ്മൾ കേൾക്കുന്നില്ലെന്ന് അവര് വിചാരിക്കുന്നുണ്ടോ? നമ്മളതൊക്കെ കേൾക്കുന്നതിന്റെ പുറമേ ഈ നീതിമാനായ ഭരണാധികാരിയായ ഞാൻ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വഷളാക്കുന്നതിന് മുമ്പ്, മറ്റുള്ളവരുടെ മുമ്പിൽ വിചാരണ ചെയ്ത് അവരെ ശിക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നതിന് റിക്കാർഡ് ഹാജരാക്കാൻ റഡാറിൽ പിടിക്കുന്നതിനേക്കാൾ റിക്കാർഡുകൾ ഹാജരാക്കാൻ ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ,
നമ്മൾ പറഞ്ഞേറ്റ മലക്കുകളാകുന്ന നമ്മൾ നിയോഗിച്ചയച്ചിട്ടുള്ള ആളുകൾ അത് എഴുതുന്നുണ്ടേ നബിയേ, റെക്കോർഡാക്കുന്നുണ്ടേ നബിയേ. രഹസ്യങ്ങളൊന്നും ആരും അറിയില്ലെന്ന് വിചാരിക്കേണ്ടതില്ല. രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവായ അല്ലാഹ്, ആ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. ആ ചിന്തയോടുകൂടി തഖ്വയോടുകൂടി അല്ലാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുകയും അല്ലാഹു വിരോധിച്ചതെല്ലാം കൈയൊഴിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾ. ഇന്ന ഔലന്നാസി ബി, ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ അൽ മുത്തഖൂൻ, മുത്തഖീങ്ങളാണ്. അല്ലാഹു കൽപ്പിച്ചതെടുക്കുകയും അല്ലാഹു വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്യുന്ന മുത്തഖീകളാണ് ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ. ഐനമാ കാനൂ മൻ കാനൂ ഹൈസുമാ കാനൂ ഔ ഐനമാ കാനൂ ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. അതാരാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, അതേ പണ്ഡിതനാണോ പാമരനാണോ, പണക്കാരനാണോ പാവപ്പെട്ടവനാണോ, അതേ ആരാണ് എവിടെയാണ്, അതൊന്നുമല്ല വിഷയം. തഖ്വയുണ്ടോ? തഖ്വ ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് ഞാനുമായി ഏറ്റവും ബന്ധമുള്ള, ഞാനുമായി ഏറ്റവും അടുത്തവൻ കേട്ടോ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുമ്പോൾ ഇനി വന്നാൽ കാണാൻ കഴിയില്ലെന്നും ഖബറിന്റെ സമീപത്തെത്തുമെന്നും അവിടുന്ന് പറയുമ്പോ എനിക്ക് കാണുകയില്ലല്ലോ എന്ന വേദന കൊണ്ട് വിങ്ങിപ്പെട്ടുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിന് സമാധാനം നൽകുന്നു. ഞാനുമായി ബന്ധമുള്ളവൻ, ഏറ്റവും വലിയ ബന്ധമുള്ളവൻ, അതാ റബ്ബ് കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്ന, റബ്ബ് വിരോധിച്ചത് കൈയൊഴിക്കുന്ന, മനസ്സ് ശുദ്ധമായി ഇത് പ്രവർത്തിക്കുന്ന മുത്തഖിയായ വ്യക്തിയാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ നീ മുത്തഖികളിൽ ഉൾപ്പെടുത്തണം റഹ്മാൻ. സഹോദരന്മാരെ, നീണ്ട വഅദ് പറയുന്നില്ല. നീണ്ട വഅദ് പറയാൻ ശാരീരികമായി ഉള്ള പ്രതിബന്ധമുണ്ട്. ഇത് കഴിഞ്ഞ് വേറെ ഒരു വഅദിന് കൂടി പോകാനും അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോയാൽ അങ്ങനെ തന്നെ പാലക്കാട് ജില്ലയിലേക്ക് പോകണം. പാലക്കാട് പോയാൽ തിരിച്ച് വീണ്ടും കുറ്റ്യാടിയിൽ വന്നിട്ട് തൃശ്ശൂരിലേക്ക് പോകണം. ഞാനാണെങ്കിൽ 18 മണിക്കൂറോളം പ്ലെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ദുബായിൽ നിന്ന് ഈജിപ്തിലേക്ക്, കൈറോവിലേക്ക്, കൈറോവിൽ നിന്ന് ഒമാനിലേക്ക്, ഒമാനിൽ നിന്ന് വീണ്ടും കോഴിക്കോട്ട് വന്ന് ഇറങ്ങി. അതിന്റെ ശേഷം ഒരു അല്പം പോലും ശ്രമത്തിന് സമയം കിട്ടാതെ ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നു. ഇന്നലെ 2 വയസ്സ് പറഞ്ഞു. ഇന്ന് നേരം വെളുത്തതിന് ശേഷം എണീക്കാൻ കഴിയാതെ കിടന്നുപോയി. ഏകദേശം ഉച്ചവരെ 8 കിടത്തം കിടന്നു. നീണ്ട വയസ്സ് പറയുന്നില്ല. നീണ്ട വയസ്സ് കേൾക്കേണ്ടവർക്കൊക്കെ അൽഹംദുലില്ലാ നീണ്ട വയസ്സിന്റെ CD-കളും DVD-കളും മെമ്മറി കാർഡുകളും അതുപോലെ എല്ലാം ഉണ്ട്. പെൻഡ്രൈവ് ഉണ്ട്, ഒക്കെ വാങ്ങി കേൾക്കാം. ബുർദ ബൈത്ത് ഞാൻ 25 ദിവസം വയസ്സ് പറഞ്ഞത് ആ സദസ്സിലുള്ളവർ കേൾക്കാൻ വേണ്ടി പറഞ്ഞ വയസ്സല്ല, ലോകത്തുള്ള എല്ലാവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞ വയസ്സാണ്. ഞാനിന്ന് കുമ്പോൾ ആറ്റക്കോയ തങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തങ്ങളുടെ വീട്ടിൽ പോയി തങ്ങൾക്ക് ഞാൻ ബുർദ ബൈത്തിന്റെ 25 DVD ഹദിയ കൊടുത്തു. തങ്ങൾക്ക് വലിയ സന്തോഷമായി. അവിടെ നിന്ന് ചായയൊക്കെ തന്നു, എന്നെ മന്ത്രിച്ചു തന്നു, എനിക്കൊരു കാര്യം പറഞ്ഞും തന്നു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു മാസം മുമ്പ് നമ്മുടെ സിറാജുൽ സമ്മേളനത്തിന് മുമ്പ് കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങളുടെ വീട്ടിൽ പോയി.
തങ്ങളവറുകൾക്കും ഞാൻ ബുർദ ബൈത്ത് 25 ദിവസത്തെ DVD ഹദിയ കൊടുത്തു. തങ്ങളവറുകളോട് ഞാൻ പറഞ്ഞു, ഞാൻ മുമ്പ് കേട്ടിട്ടില്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുമില്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ഉപ്പാപ്പമാരുടെ പേര് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. തറവാടിത്തം എന്ന് പറയുന്നത് അതുള്ളത് തന്നെയാണ്. തങ്ങന്മാർക്ക് വലിയ തറവാടിത്തമാണ്. അവരെക്കാൾ വലിയ തറവാട്ടുകാർ വേറെ ആരുമില്ല. തങ്ങന്മാർ തന്നെയാണ് ഏറ്റവും വലിയ തറവാട്ടുകാർ. ഖുറൈശി തറവാട്, ഖദ്ദിമു ഖുറൈശൻ, ഖുറൈശികളെ മുന്തിക്കണം. ഒരു സ്റ്റേജിൽ വെച്ച് ഒരാള് നമ്മുടെ പ്രവർത്തകർ തന്നെ, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞു, പേരോട് ഉസ്താദിന്റെ സമ്മതത്തോടുകൂടി തങ്ങൾ സംസാരിക്കുന്നതിന് ഞാൻ അയാളോട് സുഖാനും എന്നെ മേലെ അങ്ങനെ പറയരുത്. തങ്ങന്മാരെ സമ്മതത്തോടുകൂടി നമ്മൾ ചെയ്യാനല്ല, നമ്മളെ സമ്മതത്തോടുകൂടി തങ്ങന്മാർ ചെയ്യാനല്ല, നമ്മൾ അങ്ങനെ പറയുന്നത്. പേരോട് ഉസ്താദ് തങ്ങളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ BS-നോട് ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം 2 വാക്ക് സംസാരിച്ചു. അത് ചിലപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു സീനിയർ നേതാവാണ് ഈ കാസർഗോഡ് ജില്ലയിൽ. അതുപോലെ നമ്മൾ സയ്യിദന്മാരോടും പറയും, ചിലപ്പോൾ നമ്മളെക്കാൾ മുതിർന്നവരോടും പറയും, ചെറിയവരോടും പറയും. അത് നമ്മുടെ റിക്വസ്റ്റുകളാണ്, അല്ലാതെ അവരോട് നമ്മൾ സമ്മതം കൊടുക്കലല്ല. നമുക്ക് ഇങ്ങോട്ട് സമ്മതം തരുന്നവരാണ് തങ്ങന്മാർ. അത് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും സയ്യിദന്മാർ അവർ ഏറ്റവും വലിയ തറവാട്ടുകാരാണ്, അവരേറ്റവും വലിയ മഹത്വമുള്ളവരാണ്. അഹ്ലുൽ ബൈത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടെങ്കിലേ ഈമാൻ ഉണ്ടാവും. അവരോട് അങ്ങേയറ്റത്തെ ബഹുമാനം നമ്മുടെ ഖൽബിലുണ്ടെങ്കിലേ നമുക്ക് ഈമാൻ സലാമത്താവുള്ളൂ. അല്ലാഹു തആല അഹ്ലുൽ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണം. സുഹൃത്തുക്കളെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട കുമ്പൂൽ കുഞ്ഞിക്കോയ തങ്ങളവറുകൾക്കും ഞാൻ ഇതേ DVD കൊടുത്തിരുന്നു. 25 ദിവസത്തെ പ്രസംഗം, 11 DVD ആണെന്നാണ് എൻ്റെ ഓർമ്മ. 50 മണിക്കൂർ പ്രസംഗം. നിങ്ങൾക്കും വേണമെങ്കിൽ ഈ സാസിൽ കിട്ടും. അബാന മൗലിദുഹു عن طيب عنصره يا طيب مبتدأ منه ومختتم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ആ പദ്യത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കുടുംബത്തിന്റെ മഹത്വം വിവരിക്കാൻ, അത് വിവരിക്കുന്ന സമയത്ത് ഞാൻ 20 ബാപ്പമാരുടെയും ചരിത്രം ബുർദ ബൈത്ത് സംസാരിക്കും. ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങൾ അവറുകളോട് ഞാൻ പറഞ്ഞു, ഇത് ഉപ്പാപ്പമാരുടെ ചരിത്രം ഞാനിതുവരെ ആരും പറയുന്നത് കേട്ടിട്ടില്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല. ഈ ബൈത്തിന്റെ വ്യാഖ്യാനത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഞാനത് ചെവിട് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ചായയൊക്കെ തന്നു, പഴമൊക്കെ കറന്ന് എൻ്റെ കയ്യിൽ തിന്നാൻ വേണ്ടി തന്നു. എനിക്ക് തന്നെ സ്വന്തത്തിൽ ഹദിയ തന്നു, സിറാജുദ്ദീനിലേക്ക് സംഭാവന തന്നു. വരുന്ന സമയത്തിൻ്റെ കൂടെയുള്ള ഇസാഖ് സഖാഫിക്ക് ഹദിയ കൊടുത്തു. അതിൻ്റെ പുറമേ എൻ്റെ കാറിൽ ചില സാധനങ്ങൾ ഹദിയായിട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞു. ബുർദ ബൈത്തിനോടുള്ള ബഹുമാനം, ബുർദ ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. അതെല്ലാവരും കേൾക്കണം. പൈസ കൊടുത്ത് വാങ്ങാൻ ചിലർക്ക് കഴിഞ്ഞുള്ളതില്ല, കാരണം തീർത്തും വാങ്ങണില്ല. 500 രൂപ കൊടുക്കേണ്ടി വരും. വെറുതെ ഈ DVD ഉണ്ടാകുന്ന മരമൊന്നും കുറ്റിയാടിയിലില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വെറുതെ കൊടുക്കാനും കഴിയില്ല. എന്നാലും വാങ്ങിയവരിൽ നിന്നെങ്കിലും വാങ്ങി നിങ്ങൾ കേട്ടു നോക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സദസ്സിൽ മാത്രം കേൾക്കാൻ വേണ്ടിയല്ലല്ലോ സംസാരിച്ചത്, എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ്. ഒരുപാട് വിഷയങ്ങൾ ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നീണ്ട വയത് പറയുന്നില്ല. പിന്നെ സിറാജുൽ ഹുദ സമ്മേളനത്തിന് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും വന്നു പറയുമ്പോൾ ചിലർ വിചാരിക്കും ഞാൻ പോയിട്ടില്ലല്ലോ. അതിന് വിഷമിക്കണ്ട, ഇനിയും വരാൻ അവസരമുണ്ട്. അങ്ങനെയാണല്ലോ. ഒരു ജുമയ്ക്ക് നമുക്ക് പോകാനായില്ല, അവർക്ക് ളുഹ്ർ ഖളാ വിട്ടാലോ, അത് ഈ ജുമയാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ളുഹ്ർ ഖളാ വിട്ടാലോ. അതുപോലെ തന്നെ ഉറങ്ങിപ്പോയി നിസ്കാരത്തിന്റെ ജമാഅത്തിലെത്തിയില്ല, അവർക്കും ഖളാ വിട്ടാലോ. ചിലപ്പോൾ ജമാഅത്ത് കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിറാജുൽ ഹുദയിൽ വരാത്തവരൊക്കെ ഇനിയും വരണം. എല്ലാവരും സിറാജുൽ ഹുദ കാണണം, സിറാജുൽ ഹുദയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. സിറാജുൽ ഹുദയുടെ ഒരു 5-6 സൈറ്റുകൾ, അതിന്റെ ആകാശ ചിത്രമുള്ള കലണ്ടർ കിട്ടാത്തവരൊക്കെ വാങ്ങണം. ഞാനിവിടെ ഏതോ ഒരു വീട്ടിൽ ചെന്നപ്പോൾ, ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ഏതോ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കർണാടകയിലെ കന്നഡയിലെ കലണ്ടർ കണ്ടു. എനിക്ക് നല്ല സന്തോഷമായി ആ വീട്ടിൽ പോയ.
ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ പോകും. തഖ്വയാണ് ഏറ്റവും പ്രധാനം. തഖ്വ അതിന്റെ അടിത്തറ നമ്മുടെ മനസ്സ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള അടുപ്പം, സലാത്ത് വർദ്ധിപ്പിക്കുന്നവന് വലിയ അടുപ്പം. സലാത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമല. അത് വുജൂബാണ്, സുന്നത്തല്ല. നിസ്കാരത്തിൽ സലാത്തിയുല്ലൽ വുജൂബാണ്. ഖുതുബയിൽ സലാത്തിയുല്ലൽ വുജൂബാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ സലാത്തിയുല്ലൽ വുജൂബാണ്, നിർബന്ധമാണ്. അതില്ലെങ്കിൽ നിസ്കാരം തന്നെ ശരിയാവില്ല. അപ്പൊ സലാത്ത് എന്നത് വാജിബായ നിർബന്ധമായ ഒരു കർമ്മമാണ്. നിർബന്ധമായ കർമ്മങ്ങൾക്കൊക്കെ ധാരാളം നിർവഹിക്കുന്നതിൽ പുണ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഹജ്ജ് നിർബന്ധമാണ്, കഴിവുള്ളവർ ധാരാളം ഹജ്ജ് ചെയ്താലോ വലിയ പ്രതിഫലം. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു 70ഓളം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ശഫീ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ഹജ്ജ് എന്ന് പറയുന്നത് കൊല്ലത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ 70ഓളം ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. കൊല്ലത്തിൽ ഒരിക്കലല്ലേ ചെയ്യാൻ കഴിയും. ആ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു അവസാനത്തെ ഹജ്ജ് ചെയ്തു. അറഫ മൈതാനിയിൽ നിന്ന് സാധാരണ ഇത് അവസാനത്തെ നൃത്തമാക്കരുത് എന്ന് പ്രാർത്ഥിക്കാറുള്ള സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ആ കൊല്ലം പടച്ച റബ്ബേ ഇതുവരെ നിന്ന നൃത്തങ്ങൾ കബൂൽ ചെയ്യണമെന്ന നിലക്ക് പ്രാർത്ഥിച്ചു. ഇത് അവസാനത്തേതാക്കരുതെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം പിന്നീട് പടച്ചവനോട് ഇനിയും ചോദിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു എന്ന നിലക്ക് മഹാനവറുകൾ അവസാനത്തെ ഹജ്ജും ചെയ്തു. സുഹൃത്തുക്കളെ, അങ്ങനെ ധാരാളം ഹജ്ജ് ചെയ്താൽ വലിയ പുണ്യമാണ്. ധാരാളം ഉംറ ചെയ്താൽ പുണ്യമാണ്. ധാരാളം സുന്നത്ത് നിസ്കരിച്ചാൽ പുണ്യമാണ്. ധാരാളം ധർമ്മം ചെയ്താൽ പുണ്യാണ്. സക്കാത്ത് മാത്രമല്ല. അപ്പോ ഫർളായ നിർബന്ധമായ അമലുകളൊക്കെ നിർബന്ധത്തിന്റെ പുറമെ സുന്നത്തുകൾ ധാരാളം. ഇതുപോലെ സലാത്ത് ചൊല്ലുക എന്നത് നിർബന്ധമാണ്. ആ നിർബന്ധമായ സലാത്ത് നിസ്കാരത്തിലും ഖുതുബയിലും മയ്യിത്ത് നിസ്കാരത്തിലും നിർവഹിക്കുന്ന നമ്മൾ എത്രത്തോളം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലാൻ കഴിയുമോ അത്രയും വർദ്ധിപ്പിച്ചോളൂ. ഏത് പ്രശ്നത്തിനും പരിഹാരമാണ്, പാപം പൊറുക്കപ്പെടുന്നതാണ്. വലിയ ഫലമുള്ള അമലാണ് സലാത്ത്. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും വലിയ ഫലമുള്ള അമലാണ് സലാത്ത്. അതുകൊണ്ട് സലാത്തിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കാം. നമ്മൾ ഒറ്റക്ക് സലാത്ത് ചൊല്ലിയാലും സലാത്താവും. പക്ഷേ നമുക്കങ്ങനെ സലാത്ത് ചെല്ലാൻ പലപ്പോഴും ശൈത്താൻ സമ്മതിക്കൂല. നേരെ മറിച്ച് പതിവായി നമ്മൾ സദസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ സദസ്സിൽ നിന്നെങ്കിലും നമ്മൾ കുറെ സലാത്ത് ചൊല്ലിപ്പോകും. സ്ത്രീകൾ അവര് സലാത്തിന് വേണ്ടിയും ദിക്റിന് വേണ്ടിയും വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല. നിസ്കാരത്തിന് വേണ്ടിയും പുറത്തു പോകാൻ പാടില്ല. അവർ വീട്ടിലിരുന്നു കൊണ്ടാണ് സലാത്തും ദിക്റും നിസ്കാരവും ഒക്കെ നിർവഹിക്കേണ്ടത്. എന്നാൽ ഒരു സദസ്സിൽ, ഇപ്പൊ ഇവിടെ തന്നെ ഒരു സദസ്, ഈ സദസ്സിൽ കുറെ ഇൽമു പറയുന്നു. ആ ഇൽമു പറയുന്ന സദസ്സിൽ അവസാനം കുറച്ച് സലാത്ത് ചൊല്ലുന്നു. അപ്പൊ ഇൽമു കേൾക്കാൻ വേണ്ടി എന്ന നിലക്ക് ഇൽമു കേൾക്കാൻ വേണ്ടി പോയ ഒരു സ്ത്രീ അവരവിടെ സലാത്ത് ചൊല്ലുമ്പോൾ ദിക്ർ ചൊല്ലുമ്പോൾ ഇറങ്ങിപ്പോകേണ്ടതില്ല. അവിടെ ആ സലാത്തിലും ദിക്റിലും അവർക്കും പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല. ദുആയിൽ പങ്കെടുത്തു പോയാൽ മതി. പക്ഷേ അവർ ഉറക്കച്ചൊല്ല. അങ്ങനെയാണല്ലോ ഉറക്കച്ചൊല്ലൽ സുന്നത്തുള്ള പല ദിക്റും. അതിൽപ്പെട്ട ഒന്നാണ് തൽബിയത്ത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഹജ്ജിന് ഇഹ്റാം കെട്ടിയവർ, ഉംറക്ക് ഇഹ്റാം കെട്ടിയവർ ഉറക്കെ ചൊല്ലേണ്ട ദിക്റാണ്. പക്ഷേ സ്ത്രീകൾ പതുക്കെ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്നാണ് നിയമം. ഉറക്കെ കൊടുക്കേണ്ടതാണ് ബാങ്ക്. അത് സ്ത്രീകൾക്ക് തീരെ വേണ്ടെന്നാണ്. അവർക്ക് ഇഖാമത്ത് മതി എന്നാണ്. ഇഖാമത്ത് പതുക്കെ കൊടുക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, അപ്പൊ സ്ത്രീകൾ അവര് ഇനി അഥവാ ഒരു വഅദിന്റെ അല്ലെങ്കിൽ ഉത്ബോധനത്തിന്റെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് ദിക്ർ ചൊല്ലുകയാണെങ്കിൽ തന്നെ അവർ പതുക്കെ മാത്രമേ ദിക്ർ ചൊല്ലാവൂ. സലാത്തില്ലാണെങ്കിൽ പതുക്കെ മാത്രമേ സലാത്ത് ചൊല്ലാവൂ. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. തഖ്വയാണ് ഏറ്റവും പ്രധാനം. ആർക്കാണ് സ്വർഗം
സ്വർഗം തയ്യാർ. ആർക്ക് തയ്യാർ? മുത്തഖീകൾക്ക് തയ്യാർ. മുത്തഖീകൾക്കാണ് സ്വർഗം. സുബ്ഹാനല്ലാഹ്. നേരത്തെ നമ്മുടെ BS ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തഖ്വയില്ലാത്തവർ, ഉള്ള തഖ്വ ഇല്ലാതെയാക്കുന്നവർ, അവർ വലിയ ഔലിയാക്കളുടെ നേതാക്കളാണെന്ന് പറഞ്ഞ് അഹങ്കാരത്തോടുകൂടെ വരിക. ഒരു മനുഷ്യന്റെ തഖ്വയുടെ അടിക്കല്ലിന് കത്തിവെക്കുന്ന മുരട് വെട്ടി നശിപ്പിക്കുന്ന വിഷയമാണ് കിബിർ. കിബിർ എന്ന് പറയുന്നത് എന്താണ്? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൻ യദ്ഖുലൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. അണുമണി തൂക്കം കിബിറുള്ളവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, നബിയേ, യുഹിബ്ബുർ റജുലു അൻ യകൂന നഅലുഹു ഹസനാ വസൗബുഹു ഹസനാ. ഒരു മനുഷ്യന്റെ ഡ്രസ്സ് നല്ലതാകണം, ചെരിപ്പ് നല്ലതാകണം, അങ്ങനെ അവനവൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നല്ലതാകണം, ഭംഗിയുള്ളതാകണം എന്ന് മനുഷ്യൻ ഇഷ്ടപ്പെടുമല്ലോ. എന്റെ നല്ല വൃത്തിയുള്ള നല്ല ഡ്രസ്സാകണം, നല്ല കണ്ണടയാകണം, നല്ല വാച്ചാകണം, നല്ല കാറാകണം, നല്ല വീടാകണം, നല്ല ചെരിപ്പാകണം, ഇതൊക്കെ ആഗ്രഹിക്കൽ സ്വാഭാവികമാണല്ലോ. ഓ നബിയേ, കിബറുള്ളവൻ, അണുമണി തൂക്കം കിബറുള്ളവൻ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറയുമ്പോ, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നവൻ, നല്ല ഡ്രസ്സ് ധരിക്കുന്നവൻ, നല്ല ചെരിപ്പ് ധരിക്കുന്നവൻ, അങ്ങനെയുള്ളവരൊക്കെ സ്വർഗത്തിലല്ലാതെയാകുമോ എന്ന ഭയത്തോടെ സഹാബത്തിന്റെ ചോദ്യം. അവിടുന്ന് പറയുന്നു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ജമീലാണ്, എല്ലാ ഭംഗികളെയും അഴകുകളെയും സൃഷ്ടിക്കുന്നവനാണ് അല്ലാഹ്. എവിടെയും നല്ല വൃത്തി വേണം, നല്ല ഭംഗി വേണം, എവിടെയും. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം അറിയോ, നമ്മളെ കക്കൂസ് വരെ നല്ല ഭംഗി വേണം. കക്കൂസിന് ഇതിനാ ഭംഗി എന്ന് വിചാരിക്കരുത്, അവിടെ പോകുന്നത് മനുഷ്യനാണ്. മനുഷ്യനെ ആദരിച്ച് കക്കൂസ് വൃത്തിയാക്കണം. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ ഇങ്ങനെ ഹൈവേയിലൂടെ ഒക്കെ പോകുമ്പോ ഏതെങ്കിലും പള്ളിയിൽ അടുത്തെത്തുമ്പോ ചിലപ്പോ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് കാറ് നിർത്തിയിട്ട് ബാത്റൂമിന്റെ താക്കോല് വാങ്ങും. സുബ്ഹാനല്ലാഹ്. ക്ലോസറ്റ് കണ്ടാൽ മൂസാ നബിന്റെ കാലത്തെങ്ങാനുള്ളതാണ് ഇത്. വൃത്തിയാക്കൂല, ഉപയോഗിക്കുന്ന മൊയിലിയാര് വൃത്തിയാക്കൂല. എന്ത് പറയാനാ? അങ്ങനെ ആയി പോകാൻ പാടില്ല. ക്ലോസറ്റിന്റെ ഒരു കളർ ഉണ്ട്, നല്ല വെളുത്ത കളർ. വെളുത്ത കളറിന്റെ ആയിരിക്കണം. പിന്നെ മഞ്ഞപ്പുത്തായിട്ട് മണിപ്പാല് കൊണ്ടുപോകാൻ. നമ്മളെ വീട്ടിലെ ക്ലോസറ്റ് ഒക്കെ നല്ല വൃത്തിയിലല്ലേ നമ്മൾ സൂക്ഷിക്കുന്നത്. പിന്നെ എന്തേ പള്ളിന്റെ ക്ലോസറ്റ് മാത്രം അങ്ങനെ ആയി പോകുന്നത്? വൃത്തിയോടെ സൂക്ഷിക്കാഞ്ഞിട്ടാ. അതുപോലെ എല്ലാം ഇവിടെ വന്നപ്പോൾ നല്ല സന്തോഷം, നല്ല ഭംഗിയുള്ള പള്ളി. അല്ലാഹുവിന്റെ ഭവനല്ലേ. നമ്മളെ വീടൊക്കെ നല്ല ഭംഗിയിൽ സൂക്ഷിക്കുക, അവന്റെ പള്ളിയും നല്ല ഭംഗിയിലാണ്. സിറാജുൽ ഹുദയിൽ വന്നിട്ട് പലർക്കും വലിയ സന്തോഷം. നല്ല സൗന്ദര്യമുള്ള ഒരു ക്യാമ്പസ് പലരും വെറുതല്ല, അതിനൊക്കെ പൈസ മുതലാക്കിയിട്ടാണ്. വെറുതല്ല, അത് ആവശ്യമാണ്. ഭംഗി ഉണ്ടാവുക എന്ന ആവശ്യമാണ്. ഇന്നലെ മഹാനായ താജുശ്ശേരി അലിക്കുഞ്ഞ് ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും സ്വാഫിയത്തും കൊടുക്കും പൊയ്യത്ത് വയൽ വെച്ചു. അത് പറയുമ്പോ ഭംഗി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് കണ്യത്ത് ഉസ്താദിന്റെ മുമ്പിൽ ഉള്ളാളത്തുനിന്ന് വയൽ പറഞ്ഞ സംഭവം പറഞ്ഞു. അത് ആവശ്യമാണ്. ഭംഗി എന്നത് ആവശ്യമാണ്. ഭംഗി വേണം. പക്ഷേ ആ ഭംഗി ബാഹ്യമായി മാത്രം പോരാ. ഭംഗി ഏറ്റവും ആവശ്യമുള്ളത് മനുഷ്യന്റെ മനസ്സിനാണ്. മനസ്സ് കെട്ട് നാറിയിട്ട് നല്ല തലേ കെട്ട് കെട്ടിയിട്ട് കാര്യമില്ല. മനസ്സ് കെട്ട് നാറുന്ന മനുഷ്യൻ നല്ല കുപ്പായിട്ടിട്ട് കാര്യമില്ല.
മനസ്സാണ് ഏറ്റവും ഭംഗിയാകേണ്ടത്. അത് നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ മോശമായ ചിന്തകളിൽ നിന്നും മനസ്സ് വൃത്തിയാക്കിയിട്ടാണ്. ഓ സുഹൃത്തുക്കളെ, അൽ ഖബീസാതു ലിൽ ഖബീസീൻ, ഖുർആൻ പറഞ്ഞില്ലേ, ചീത്തയായ മനുഷ്യർ അവരുടെ മനസ്സും അവരുടെ നാവും ചീത്തയിലായിരിക്കും. അവരുടെ നാവുമൽ ചീത്ത മാത്രമേ വരൂ, ചീത്തയെ പറയൂ. അതേ സമയത്ത് അത്വയ്യിബാതു ലിത്വയ്യിബീൻ, നല്ല മനസ്സും നല്ല നാവും അത് നല്ലവർക്കുള്ളതാണ്. ചിലരുണ്ട് എപ്പോ നോക്കിയാലും ശപിക്കുന്ന വർത്താനേ പറയും, ചീത്ത പറയുന്ന വർത്തമാനേ പറയും. അത് നല്ല മനസ്സിൽ നിന്ന് വരുന്നതല്ല. നല്ല മനസ്സിൽ നിന്ന് നല്ലതേ വരും. മനസ്സിൽ എന്താണോ ഉള്ളത് അത് നാവിലൂടെയാ പുറത്തു വരിക. നാവിലൂടെ മനഃപ്പാടമാക്കുന്നത് അതാണ് മനസ്സിൽ പതിയ. മനസ്സും നാവും തമ്മിൽ വലിയ ബന്ധമാണ്. ഇപ്പോഴതിലേക്ക് കടന്ന് ഞാൻ സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരിപ്പ് നല്ലതായത് കൊണ്ട് കുഴപ്പമില്ല, വസ്ത്രം നല്ലതായത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്താണ് കിബ്റ്? അൽ കിബ്റു ബതറുൽ ഹഖി വഗമത്തുൻ നാസ്. കിബ്റ് അതൊരണുമണി തൂക്കമുള്ളവൻ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞ കിബ്റ് അതെന്താണ്? ബത്റുൽ ഹഖി, സത്യത്തോട് മത്സരിക്കലാണ്. വഗമത്തുൻ നാസ്, മറ്റുള്ളവരെ നിന്ദിക്കലാണ്, മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തലാണ്. സ്വർഗത്തിൽ കടക്കാതിരിക്കാൻ നിമിത്തമാകുന്ന ശരിയായ കിബ്റ് അത് വസ്ത്രം നല്ലതാകലല്ല, മറിച്ച് സത്യത്തോട് മത്സരിക്കലാണ്. അൽഹംദുലില്ലാഹ്, കേരളം ധന്യമാണ്, കർണാടക ധന്യമാണ്. ധാരാളം ആലിമീങ്ങളെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. പഴയ കാലം മുതലേ അങ്ങനെയാണ്. അത് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്താണ്. ശറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്താണ്. അതേ മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്താണ്. കാസർഗോഡും പരിസരങ്ങളിലൊക്കെ വന്ന ഔലിയാക്കളെ ബറക്കത്താണ്. ആലിമീങ്ങളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു കേരളം. ഇൻഷാ അല്ലാഹ് വരുന്ന 3, 4, 5 തീയതികളിൽ 10,000-കണക്കിന് ആലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ക്യാമ്പ് തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്. പടച്ച റബ്ബേ, നീ അത് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അതിനുവേണ്ടി സഹായിച്ചവർ, പ്രവർത്തിച്ചവർ, സഹകരിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, അവർക്കെല്ലാം നീ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ അല്ലാഹ്. അതൊരു വലിയ സമൂഹമാണ്. മഹാനായ റഈസുൽ ഉലമാ, സുൽത്താനുൽ ഉലമാ, കൻസുൽ ഉലമാ, താജുശ് ശരിയ, അങ്ങനെ തുടങ്ങി വലിയ വലിയ ആലിമീങ്ങൾ, അവര് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത സഭ. സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന ഏത് ലോകത്തുള്ള പണ്ഡിതന്മാരും ആദരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കുന്ന 1000-കണക്കിന് പണ്ഡിതന്മാർ. അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് വേറെ കുറെ പണ്ഡിത സഭകൾ, കുറെ പണ്ഡിതന്മാർ. നമ്മൾ ആരെയും നിന്ദിക്കുന്നില്ല, ആരെയും നിസ്സാരപ്പെടുത്തുന്നില്ല, ആരെയും ചീത്ത പറയുന്നില്ല. അവരിലും കുറെ പണ്ഡിതന്മാർ, കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാർ, കർണാടകയിലെ മുഴുവൻ ആലിമീങ്ങളും, സംഘടന വ്യത്യാസമില്ല. എല്ലാ ആലിമീകളും ഒരുപോലെ പറയുന്നു ഒരു വ്യക്തിയെ കുറിച്ച്, അദ്ദേഹം ആലിമീകളെ നിസ്സാരപ്പെടുത്തുന്നു. എത്രത്തോളം എന്നറിയോ?
ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനോട് കടപിടിക്കുന്ന ഒരു ആലിം അതിന്റെ ശേഷം ലോകത്ത് ജനിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? മഹാനവറുകളോട് കടപിടിക്കുന്ന ഒരു വലി അതിന്റെ ശേഷം നമ്മൾ കേട്ടിട്ടുണ്ടോ? അത്രയും വലിയ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം 5ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി ലോകത്തുള്ള പണ്ഡിതന്മാർ ഒരുപോലെ പുകഴ്ത്തി പറയുന്ന ഇമാം ഗസാലി വഫാത്താകുന്ന ദിവസം അവിടുന്ന് വഫാത്താകുന്ന ദിവസം അവിടുന്ന് കുളിച്ച് വൃത്തിയാകുന്നു. 3 കഷ്ണം തുണിയെടുത്ത് കൊണ്ടുവരുന്നു. സഹീഹുൽ ബുഖാരി എടുത്ത് കയ്യിൽ പിടിക്കുന്നു. ബുഖാരി നെഞ്ഞിലേക്ക് കൂട്ടിവെക്കുന്നു. 3 കഷ്ണം തുണി കൊണ്ട് കഫൻ തുണി കൊണ്ട് പൊതിയുന്നു. മർഹബാ അഹ്ലൻ വസഹ്ലാ മലക്കുൽ മൗത്തിന് സ്വാഗതം, മലക്കുൽ മൗത്തിന് സ്വാഗതം, മലക്കുൽ മൗത്തിന് സ്വാഗതം. ഇതെന്റെ മരണദിനമാണ്. മലക്കുൽ മൗത്ത് വരുന്നുണ്ട്. നേരത്തെ തന്നെ മുൻകൂട്ടി അറിഞ്ഞിരിക്കുകയാണ്. കുളിച്ച് വൃത്തിയായി 3 കഷ്ണം തുണിയും പുതച്ച് സഹീഹുൽ ബുഖാരി നെഞ്ചിലേക്ക് കൂട്ടിപ്പിടിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകങ്ങൾ, സഹാബത്തിന്റെ അധ്യാപനങ്ങൾ, മദ്ഹബിന്റെ ഇമാമികളുടെ വാചകങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന സഹീഹുൽ ബുഖാരി, ആ ബുഖാരിയും നെഞ്ചിലേക്ക് കൂട്ടിപ്പിടിച്ച് മലക്കുൽ മൗത്തിന് സ്വാഗതമെന്ന നിലയ്ക്ക് കിടക്കുന്ന കിടത്തത്തിൽ വഫാത്തായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസാലി. അല്ലാഹുവേ, അവിടുത്തെ ചരിത്രം ഞങ്ങൾ പറയുന്നു. അവിടുത്തെ പേരുകൊണ്ട് ഞങ്ങൾ ബറക്കത്തെടുക്കുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ ചെരിപ്പെടുക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ചണ്ടി ചവറുകളാണ് ഞങ്ങൾ. ഞങ്ങളെ രഹസ്യത്തിലോ പരസ്യത്തിലോ ഈ പൊരുത്തപ്പെടാത്ത വല്ലതും സംഭവിച്ചെങ്കിൽ അവിടുത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് മാപ്പാക്കളെ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. അവിടുന്ന് ജീവിച്ച സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും അവരുടെ പരമ്പരകളെയും നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇമാം ഗസാലി തങ്ങളെ പരിചയപ്പെടാൻ സ്വർഗത്തിൽ അവസരം തരണേ അല്ലാഹ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിതാബുൽ ബസീത്ത്, കിതാബുൽ വസീത്ത്, കിതാബുൽ വജീസ് തുടങ്ങി വലിയ ഖുതുബായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കം സുഹൃത്തുക്കളെ, കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരിവിളക്ക് അണഞ്ഞു പോയപ്പോൾ കയ്യിന്റെ വിരലിൽ നിന്ന് പ്രകാശം കിട്ടിയിട്ട് കിതാബ് എഴുതിയ ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കം ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം വലിയ ഖുതുബുകൾ, ഔലിയാക്കളെ നേതാക്കളായ ഖുതുബുകളായ ഇമാമികളെല്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിതാബിനെ പുകഴ്ത്തി പറയുമ്പോൾ ഖുതുബുസ്സമാൻ എന്ന പേരിൽ ജനങ്ങളെ പഴപ്പിക്കാൻ നടക്കുന്ന മനുഷ്യനും അവന്റെ അനുയായികളും ഇമാം ഗസാലിയുടെ കിതാബുകൾ തള്ളി പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ, പണം പിഴുതെടുക്കാൻ, കോടീശ്വരനായി ജനങ്ങളെ ചൂഷണം ചെയ്തു അല്ലാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ വരുന്ന പ്രചരണത്തിന് എന്താണ് മുടക്കം? സുബ്ഹാനല്ലാഹ്. അമ്മ വരികയാണെങ്കിൽ എന്താ പ്രചരണം? ശ്രീ രവിശങ്കർ വരികയാണെങ്കിൽ എന്താ പ്രചരണം? അതുകൊണ്ട് അവരൊക്കെ ഔലിയാക്കളാകുമോ? അവരൊക്കെ സാലിഹീങ്ങളാകുമോ? അവരുടെ മതത്തിന്റെ ആളുകൾ. അതുപോലെ വ്യാജത്തരീഖത്തിന്റെ ശൈഖന്മാർ, വ്യാജത്തരീഖത്തിന്റെ ആളുകൾ അവരുടെ പ്രചരണം കാണുമ്പോ ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്.
അതേ സമയത്ത് ശ്രീ ശ്രീ രവിശങ്കർ വരുമ്പോ നമ്മളാരും അതിനെ എതിർക്കാനോ ചീത്ത പറയാനോ കല്ലെറിയാനോ അല്ലെങ്കിൽ അവമതിക്കാനോ പോയിട്ട് നമ്മൾ വർഗീയത ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ അമ്മ വരുമ്പോ നമ്മളാരും അവിടെ പോയി വർഗീയത ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ അമ്മന്റെ അടുത്ത് പൊരുത്തം വാങ്ങാൻ പോകലില്ല. അതുപോലെ തന്നെ രവിശങ്കർ അടുത്ത് പൊരുത്തം വാങ്ങാൻ പോകലില്ല. അതുപോലെ വ്യാജത്വരീഖത്തിന്റെ ശൈഖന്മാർ വരുമ്പോ അവർ കോടികൾ ചെലവഴിച്ച് പ്രചരണം നടത്തും. അത് കേട്ട് മുസ്ലിമീങ്ങൾ പോകാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ പോയി വീട് പോകാൻ പാടില്ല. അത് അവരുടെ പ്രചരണമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആലിമും ഒരു സംഘടനയിലെ ആലിമും അംഗീകരിക്കാത്ത ആളുകളെ നാം നല്ലവരായി കരുതി നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഈ കാര്യം സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഞാൻ നീട്ടി ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഞാൻ സിദ്ധന്മാരും ജിന്നുകളും തന്നെ പഴയ കാലത്ത് ഒരു 10-20 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം, ജിന്നുകൾ കാണിക്കുന്ന കോപ്പിരാട്ടികളും ജിന്നുകൾ കാണിക്കുന്ന അത്ഭുതങ്ങളും അതൊക്കെ ഞാൻ അന്നതിൽ വിശദീകരിച്ചു. ആകാമുൽ മർജാൻ ഫി അഹ്കാമിൽ ജാൻ, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നാവിൽ നിന്നാണ് ഞാൻ ആ പേരാദ്യം കേട്ടത്. അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു. ആ കിതാബ് പിന്നീട് ഞാൻ സംഘടിപ്പിച്ചു. അങ്ങനെ പല കിതാബുകളും നോക്കി ഞാൻ അന്ന് ജിന്നുകളും സിദ്ധന്മാരും ആ വിഷയത്തെ കുറിച്ച് 3-4 മണിക്കൂർ പ്രസംഗിച്ച്. അന്ന് കേസറ്റാണ്, CD ഒന്നുമില്ല. അന്ന് കേസറ്റ്. കുറെ തെറ്റിദ്ധാരണകൾ അന്ന് തിരുത്താൻ അത് കാരണമായി. പിന്നീട് സിദ്ധന്മാരും ചൂഷണവും അങ്ങനെ ആത്മീയതയും ചൂഷണവും തലശ്ശേരിയിൽ വെച്ച് ഞാൻ ഒരു പ്രസംഗം ധരിച്ച CD. അതിൽ ഈ പറയുന്ന എല്ലാ വ്യാജന്മാരെയും ഓരോരുത്തരെ എടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നലെ മിഞ്ഞാന്ന് വലിയ വേദന തോന്നി. മുജാഹിദീങ്ങൾ ഒരു പരിപാടി വെച്ചിരിക്കുന്നു നാദാപുരത്തിന്റെ അടുത്ത്. എന്തിനാ അറിയോ? അവിടെ ഒരു ജിന്നുമ്മ, കുറ്റിയാടിക്കടുത്തുള്ള ഒരു ജിന്നുമ്മ പോയിട്ട് ഒരു പെൺകുട്ടീനെ ചികിത്സിച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തിരിക്കും. എന്റെ കുട്ടി മരിച്ചുപോയി. ആ പെൺകുട്ടി പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തിട്ട് മരിച്ചുപോയി. ആ വകയിൽ മുജാഹിദീങ്ങൾ കയറാൻ നോക്കുകയാണ്. അന്ധവിശ്വാസം. മുജാഹിദീങ്ങൾ അന്ധവിശ്വാസം ഉണ്ടാക്കിയവരാ. അന്ധവിശ്വാസങ്ങൾക്കെതിരെയും വ്യാജന്മാർക്കെതിരെയും അത്തരം വ്യാജ സിദ്ധന്മാർക്കെതിരെയും വളരെ നല്ല ആൺകുട്ടികളെ പോലെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സംസാരിച്ചു വെച്ച സീഡികളിൽ നിന്നും സംസാരിക്കും. അതിൽ മുജാഹിദ് ഇടപെടേണ്ട ആവശ്യമില്ല, ജമാഅത്തുകാരൻ ഇടപെടേണ്ട ആവശ്യമില്ല. ഒക്കെ ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഒക്കെ പറയേണ്ടതുപോലെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പ്രസംഗമൊന്നും കേൾക്കാൻ വരാത്ത ആൾക്കാരുണ്ടാവും. അല്ലാഹു തആല അവർക്ക് വരാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അതിന് നമ്മൾ ഉത്തരവാദിയല്ല. നമുക്ക് കിട്ടിയ സമയത്ത് നമ്മൾക്ക് അറിയാവുന്നത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആലിമീങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MA ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു. ഞാൻ പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്ത് മഹാന്മാരായ ഔലിയാക്കളുടെ ജാറത്തിങ്കിൽ കടുത്ത തോന്നിവാസം നടന്നു. ഇപ്പോഴും ഉണ്ട്. ഔലിയാക്കളതുണ്ട്, വ്യാജ ശൈഖന്മാരടുത്തുണ്ട്. കുണ്ടോട്ടി നേർച്ച, അതുപോലെ തന്നെ വേറെ കുറെ നേർച്ചകൾ. സുബ്ഹാനല്ലാഹ്, കുണ്ടോട്ടി നേർച്ചയിൽ ഏറ്റവും വലിയ അമല് നല്ല പെണ്ണുങ്ങൾ വന്നിട്ട് ആണുങ്ങൾ കൂടി കലർന്നിട്ട് ഊര കൊണ്ടുവന്ന, അതാ ഒരു നേർച്ച. ഊര കൊണ്ടുവന്ന നേർച്ച. അങ്ങനത്തെ കുറെ തോന്നിവാസങ്ങൾ ഔലിയാക്കളെ മഖബറയിൽ നടന്നപ്പോ അതിനെതിരെ ഈ പാവപ്പെട്ട ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ലേഖനം എഴുതുകയും സംസാരിക്കുകയും ചെയ്ത ആളാണ് മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ്. അല്ലാഹു തആല ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഒരിക്കലും വെറുതെ ഇരുന്നിട്ടില്ല. അവര് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ സമൂഹത്തിന് അതിങ്ങനെ കാലോകാലമായി അവർ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, അല്ലാഹ് സുബ്ഹാനല്ലാഹ്, സമയമില്ല. ഖുത്ബകളുടെ ഖുത്ബാണ് ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മഹാനവറുകൾ ആരാ ഖുതുബ്, ആരാ വലി എന്നൊക്കെ പറയാൻ വേണ്ടി തന്നെ എത്രയോ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു, മക്കളെ, നിങ്ങൾ കാണുന്ന ആളുകളൊക്കെ ശൈഖായി സ്വീകരിച്ചിട്ട് പിഴച്ചു പോകരുത് കേട്ടോ. അൽ ജഹ്ലു കുല്ലുഹു മഫ്സദ, വിവരക്കേട് മുഴുവനും നാശമാണ് കേട്ടോ. വിവരം കെട്ടവനെ ശൈഖാക്കരുത്. നിങ്ങൾ ഒരാളെ ഗുരുവര്യനായി
ആദരിക്കപ്പെടുന്ന വ്യക്തിയായി ആത്മീയ ചൈതന്യമുള്ളവനായി സ്വീകരിക്കുമ്പോ നിങ്ങൾ ആരെയാണ് പിന്തുടരേണ്ടത്? നിങ്ങൾ പറയാണ് ഖുർആനും സുന്നത്തും നന്നായി അറിയുന്ന വലിയ ഇമാമീങ്ങളും ആലിമീങ്ങളുമായ പണ്ഡിതന്മാർ അൽആമിലീന ബിഹിമാ, ഖുർആനിലും സുന്നത്തിലും പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്ന അമൽ ചെയ്യുന്ന പണ്ഡിതന്മാർ, അവരെ നിങ്ങൾ ഗുരുക്കന്മാരായി ശൈഖന്മാരായി പിന്തുടരുവീൻ. നിങ്ങൾ വിവരമില്ലാത്തവനെ ശൈഖാക്കരുതേ. ഇമാമിങ്ങൾ ആലിമീങ്ങൾ അവര് അതാത് കാലഘട്ടങ്ങളിൽ എല്ലാ പിഴച്ച പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് ആലിമീങ്ങൾ ഉത്തരവാദികളല്ല, സാധാരണക്കാർ അല്ലാഹുവിന്റെ ദീൻ പറയുന്ന ആലിമീങ്ങളുടെ വാചകങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അവനവന്റെ ആഖിറും അവനവന്റെ രക്ഷപ്പെടുത്തണം. ഒരിക്കലും തന്നെ നമ്മൾക്ക് സുബ്ഹാനല്ലാഹ് നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും അനാരോഗ്യം വരുന്നതിന് എന്തൊരു പേടിയാണ് നമുക്ക്. അതേ സമയത്ത് ഒരു ഡോക്ടർ അത് പാടില്ല, അത് തിന്നാൽ നിനക്ക് അപകടമാണ് എന്ന് പറഞ്ഞാൽ കൈയൊഴിക്കാൻ എന്തൊരു താല്പര്യമാണ്. പക്ഷെ ശരീരത്തിന്റെ രോഗം പേടിക്കാനൊന്നുമില്ല. മരിച്ചാൽ പരിഹരിക്കാത്ത ഒരു രോഗം ഉണ്ടാവില്ല. മരണത്തോടുകൂടെ എല്ലാ രോഗത്തിനും പരിഹാരം. അതേ സമയത്ത് ആത്മീയ രംഗത്തുണ്ടാകുന്ന രോഗം, മനസ്സിന് പിടികൂടുന്ന രോഗം, ആത്മാവിന് പിടികൂടുന്ന രോഗം, ആ രോഗം മരണത്തോടുകൂടി അതിന്റെ പ്രശ്നം തുടങ്ങുകയാണ്. അതുകൊണ്ട് ആത്മീയ രംഗം വളരെ ശ്രദ്ധിക്കണം. നല്ല വിവരമുള്ള പണ്ഡിതന്മാര് മുഖേനയല്ലാതെ ഒരാളെയും നമ്മൾ സ്വീകരിക്കരുത് കേട്ടോ. ഈ കാര്യവും കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ മുഹിമ്മാത്തിന്റെ സിൽവർ ജൂബിലി ഏപ്രിൽ 27 മുതൽ 30 വരെ നടക്കുന്ന വിവരം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. നിങ്ങൾ അതിന്റെ പ്രചരണവും പ്രവർത്തനങ്ങളും ഒക്കെ മുഹിമ്മായ കാര്യമായി ഏറ്റെടുത്ത് മുഹിമ്മാത്തിന്റെ സിൽവർ ജൂബിലി നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെയുള്ള നല്ല നല്ല സയ്യിദന്മാർ ആലിമീങ്ങൾ അവരൊക്കെ പ്രവർത്തിച്ച പ്രവർത്തനം, അവർ നടന്നു വന്ന വഴി, അത് പിന്തുടർന്നുകൊണ്ടാണ് നമ്മളെല്ലാം ജീവിക്കേണ്ടത്. ഇവിടെ നടക്കുന്ന സലാത്തും ഇവിടെ നടക്കുന്ന പള്ളിയും മദ്രസയും ഒക്കെ അല്ലാഹു തആല വിജയിപ്പിച്ചു തരട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹയും സൂറത്തും ഓതണം. മഹാനായ താജുൽ ഉലമ, നൂറുൽ ഉലമ, അതുപോലെ താഹിറുൽ അഹ്ദൽ തങ്ങൾ, അടുത്ത് വിട്ടുപിരിഞ്ഞു പോയ വയലത്തൂർ തങ്ങൾ, അങ്ങനെ തുടങ്ങി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങൾ, അതിന്റെ ഒക്കെ പുറമെ നേരത്തെ ഇവിടെ പറഞ്ഞ ഇവിടെ ഷാഫി മദനി, അദ്ദേഹത്തിന് സിറാജുൽ ഹുദയുടെ കീഴിൽ 25 വീട് സാധുക്കൾക്ക് നിർമ്മിച്ചു കൊടുക്കുന്നതിന് ഓരോ ജില്ലയിൽ ഓരോ വീട്. കാസർഗോഡ് ജില്ലയിൽ അദ്ദേഹത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി അതാണ് സെലക്ട് ചെയ്തത്. അദ്ദേഹത്തിന് വീട് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ 6 മക്കൾ, അല്ലെ 6 മക്കൾ, യതീം കുട്ടികൾ. ഞാൻ അദ്ദേഹം മദനി മരണപ്പെട്ടു പോയതിൽ ഞാൻ വളരെ ദുഃഖിതനാണെങ്കിലും ആ 6 ചെറിയ പിഞ്ചുമക്കൾക്ക്, യതീമുകളായ മക്കൾ, സിറാജുൽ ഹുദയുടെ കീഴിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഒരു 5 ലക്ഷം ഉറുപ്പിക, ആ 5 ലക്ഷം ഉറുപ്പികയുടെ വീടാണ് നമ്മൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഒരു 1-ാം ഗഡു ഒരു കർമ്മം എന്ന നിലക്ക് ഇവിടെ നിന്ന് കൈമാറാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറിയ മക്കളുടെ യതീമുകളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്തും തൗഫീഖും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. സുഹൃത്തുക്കളെ, ഹിദായത്താണ് ഏറ്റവും വലുത്. നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കാൻ സാധിക്കണം. അവിടെയാണ് വിജയം. മറ്റുള്ളതിനൊന്നും നിലനിൽപ്പില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ദീനീ സംരംഭങ്ങളെ സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും എല്ലാം അല്ലാഹു തആല എല്ലാ ഖൈറും ബർക്കത്തും നൽകട്ടെ. ഈ പരിപാടിക്ക് തങ്ങൾ ക്ഷണിച്ചു, നമ്മുടെ പ്രവർത്തകന്മാരെ ക്ഷണിച്ചു.
അതിൻ്റെ ഒക്കെ പുറമെ നമ്മുടെ പ്രിയപ്പെട്ട നൂർ, അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും സ്നേഹിക്കുന്ന, വളരെ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ ഇടക്കൊക്കെ ഖത്തറിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും ആദ്യം എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു. നിങ്ങളെ ശബ്ദം കേൾക്കാനാണ് ഞാൻ നേരം പറഞ്ഞ മറുപടി. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിക്കാഹിൽ വരെ ഞാൻ ഉണ്ടായിരുന്നു. അള്ളാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരും അദ്ദേഹവും ക്ഷണിച്ചു. അങ്ങനെ പലരും ഈ പരിപാടിയിൽ വരാൻ വേണ്ടി ക്ഷണിച്ചു. ഞാൻ ആദ്യം 1-ാം തീയതി എന്ന് പറഞ്ഞു, ഏണിയാടി 1-ാം തീയതി പോകാൻ വിചാരിച്ചു. പക്ഷേ പാലക്കാട് നാളെ 11 മണിക്ക് പാലക്കാട് നിർബന്ധമായിട്ട് 12 മണിക്ക് എത്തണം, അതുകൊണ്ട് പരിപാടി ഒരു ദിവസം മുന്നേ ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്നൊക്കെ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ ഏണിയാടി എത്തുമ്പോൾ സമയത്തിലാവും അറിയില്ല. അതുകൊണ്ട് ഫാത്തിഹ ഇറക്കണം. അല്ലാഹു തആല നമ്മളെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. എല്ലാവരും നല്ല സംഭാവന തരണം. അതിനാണ് ഈ ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ വെള്ളം കോരാനല്ല. എല്ലാവരും സംഭാവന. ആരാ വാങ്ങുക? തങ്ങന്മാരാരെങ്കിലും വാങ്ങിയാൽ തങ്ങളെന്നെ വാങ്ങും. തങ്ങളൊന്നും അവിടെ ഇരുന്നെങ്കിൽ വാങ്ങിയാൽ തങ്ങന്മാരെ കൈക്കല്ലേ ബർക്കത്ത്. എല്ലാവരും നല്ല സംഭാവന തങ്ങളെ കൈക്കൊണ്ടു. അതിലിടയ്ക്ക് ഇൻഷാല്ലാഹ് ഫാത്തിഹ ഞാൻ ദുആ നടത്തും. അല്ലാഹു തആല നമ്മളെ ദുആക്ക് ഉത്തരം തരട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും വരട്ടെ, അവിടെ തടക്കല്ല, എല്ലാവരും വരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും തങ്ങളെ കയ്യിൽ സംഭാവന കൊടുക്കണം. പലരും സിറാജുദ്ദീനിലേക്ക് നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്, സംഭാവനകൾ തന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. നേർച്ചകൾക്കൊക്കെ അല്ലാഹു ഫലം കൊടുക്കട്ടെ. സിറാജുദ്ദീനൊക്കെ എവിടെ ചെന്നാലും നേർച്ച കിട്ടും. അങ്ങനെ ഒരു മാസത്തിൽ 25 ലക്ഷം 30 ലക്ഷം രൂപ നേർച്ച കിട്ടും. പക്ഷേ 10-70 ലക്ഷം രൂപ മാസ ചെലവിന് വേണം. കിട്ടിയാൽ ഇവിടെ നമുക്ക് മതിയാവില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കീഴിൽ, താജുൽ ഉലമയുടെ പേരിൽ സിറാജുൽ ഹുദയിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിനുവേണ്ടി സംഭാവനകൾ പലരോടും പറഞ്ഞു, പലരും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരാൾ എന്നോട് ചോദിച്ചു, വരുന്ന വരുത്തിലും ഒരാൾ ടെലിഫോൺ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, താജുൽ ഉലമയുടെ ഓഡിറ്റോറിയത്തിന് പൈസ എല്ലാം തികഞ്ഞു പോയോ എന്ന് ചോദിച്ചു. അവന് തുടങ്ങാൻ തന്നെ കാഴ്ച. എത്രയോ സംഖ്യ ഇനിയും വേണം. അത് ചോദിച്ചത് ഒരു തങ്ങള ഒരു സയ്യിദാണ്. താജുൽ ഉലമയുടെ ഓഡിറ്റോറിയത്തിൽ നേരത്തെ കളക്ഷൻ ചെയ്ത് അല്ലാഹു ബർക്കത്ത്. എവിടെയുള്ളവരാ? വെള്ളപ്പാടി. അല്ലാഹു ബർക്കത്ത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത്. ഞാൻ പോയിട്ടുണ്ട് അവിടെ വെള്ളപ്പാടി. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ അദ്ദേഹം 50,000 രൂപ അതിലേക്ക് തരാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഖൽബിൽ നല്ല ഒരു ഉദ്ദേശമുണ്ട്. അല്ലാഹു തആല അത് എളുപ്പമാക്കി കൊടുക്കും. ഒരു സയ്യിദാണ് പറഞ്ഞാണ്, അയാളെ വേറൊന്നും പറയരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് അത് എളുപ്പമാക്കി കൊടുക്കും. അതുപോലെ പല ആളുകളും ഇന്നലെ പിന്നെ അതൊക്കെ പലരും വിളിച്ച് താജുൽ ഉലമ ഓഡിറ്റോറിയത്തിന് സംഖ്യ പറഞ്ഞവരുടെ ഞാൻ ഇന്നലെ തിരക്കിനിടയിൽ എഞ്ചിനീയർ കൊണ്ടുവന്ന് സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു തആല അത് ഉണ്ടാക്കി പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ടും ദ്വാരക്കാണ്. ഒരു 3 സ്വലാത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലണം. ഇവിടെ പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു അല്ലാഹുമ്മ സല്ലി വസല്ലം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ
മൗലാന മുഹമ്മദ് അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ഈ സദസ്സും ഞങ്ങളുടെ എല്ലാ സ്വലാത്തുകളും ഞങ്ങളുടെ എല്ലാ ദിക്റുകളും ഞങ്ങളുടെ എല്ലാ ഉത്ബോധനങ്ങളും എല്ലാ വഅദുകളും എല്ലാ ബുറുദകളും ഞങ്ങളുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യണം റഹ്മാനേ.